നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉപഗ്രഹ ചിത്രങ്ങളിലെ അപകട കാഴ്ച. ഇറാൻ ചില കൈവിട്ട നീക്കത്തിന് തയ്യാറെടുക്കുന്നുവെന്ന സംശയം. അമേരിക്ക വ്യോമാക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. വീണ്ടും ഒരു ഘോര യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? ഇറാൻ ഇപ്പോൾ അവരുടെ വ്യോമപാത അടച്ചിരിക്കുകയാണ്. അതിർത്തികളും സുരക്ഷിതമാക്കി അടച്ചു പൂട്ടിയിരിക്കുന്നു. ഇതോടുകൂടി വീണ്ടും പശ്ചിമേഷ്യ പുകയുന്നു, കത്തി അമരുമോ എന്നുള്ള ഭീതിയിലാണ് ലോകരാജ്യങ്ങളും. നമുക്കറിയാം, വലിയ പ്രതിസന്ധിയിലൂടെയാണ് യുദ്ധകാലത്ത് നമ്മൾ കടന്നുപോയത്. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കപ്പെട്ടതും ലോകം പ്രതിസന്ധിയിലായതുമെല്ലാം അതിൻ്റെ പരിണിത ഫലങ്ങൾ ലോകരാജ്യങ്ങളെല്ലാം അനുഭവിച്ചതാണ്. പിന്നീട് ഒരുപാട് ചർച്ചകൾക്കും സമാധാന ശ്രമങ്ങൾക്കുമൊക്കെ ഒടുവിലാണ് ഹോർമുസ് കടലിടുക്ക് ഒന്ന് തുറന്നത്. എന്നാൽ ഇപ്പോൾ വീണ്ടും യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിന്നും പുറത്തു വരുന്നത്. ഉപഗ്രഹ ചിത്രങ്ങളിൽ ഇപ്പോൾ അമേരിക്ക കണ്ടെത്തിയിരിക്കുന്നത് ഇറാൻ ചില യുദ്ധ നീക്കങ്ങൾക്ക് കോപ്പുകൂട്ടുന്നു എന്നുള്ളതാണ്. അതായത് ആണവ പരീക്ഷണങ്ങൾ അവർ വീണ്ടും തകൃതിയാക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ഉടലെടുത്തിരിക്കുന്നു. മറ്റൊരു വഴിക്ക് ഇറാൻ ആണവ പരീക്ഷണങ്ങൾക്കൊപ്പം തന്നെ മിസൈൽ പരീക്ഷണങ്ങളും ശക്തമാക്കിയിരിക്കുകയാണ്. മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് വലിയ രീതിയിലുള്ള ആയുധങ്ങൾ, മിസൈലുകൾ സംഭരിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട്. ആയുധപ്പുര നിറച്ചുകൊണ്ട് ഇസ്രയേലിനും അമേരിക്കയ്ക്ക് നേരെ തീ തുപ്പാനുള്ള ഒരു നീക്കം ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം അമേരിക്കയ്ക്ക് ഉടലെടുത്തിട്ടുണ്ട്. അമേരിക്കയുടെ പെന്റഗൺ ആസ്ഥാനത്ത് ഡൊണാൾഡ് ട്രംപ് എത്തിയിരുന്നു. അവിടെ സൈനികരുമായി ചില ചർച്ചകളൊക്കെ, സൈനിക ഉദ്യോഗസ്ഥരുമായി ചില ചർച്ചകളൊക്കെ നടന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇറാനുമേൽ ഏത് നിമിഷവും US സൈന്യത്തിന്റെ ശക്തമായ വ്യോമാക്രമണങ്ങൾ ഉണ്ടായേക്കും എന്ന് ആഭ്യന്തര സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും സൈനിക നീക്കത്തിനുള്ള അന്തിമ ചർച്ചകൾക്ക് വെള്ളിയാഴ്ച ട്രംപ് ഭരണകൂടം രൂപം നൽകിയതായിട്ടാണ് വിവരങ്ങൾ. അതേസമയം ആക്രമണമുണ്ടായാൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഇടങ്ങളിൽ അതിശക്തമായ പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ ഇരുവിഭാഗവും പൂർണ്ണ യുദ്ധസജ്ജരായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. സ്വന്തം മകന്റെ വിവാഹ ചടങ്ങിൽ നിന്നും ട്രംപ് വിട്ടുനിൽക്കുകയാണ്. ഇറാൻ അതിർത്തിയിലെ അടിയന്തര സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ട്രംപ് ഈ ഒരു ചടങ്ങിൽ നിന്ന് അപ്രതീക്ഷിതമായി ഇപ്പോൾ മാറി നിൽക്കുന്നതും ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നതും. മെമ്മോറിയൽ ഡേ വാരാന്ത്യത്തോടനുബന്ധിച്ച് ന്യൂജേഴ്സിയിലെ ഗോൾഫ് റിസോർട്ടിലേക്ക് പോകാനായിരുന്നു ട്രംപ് ആദ്യം തീരുമാനിച്ചിരുന്നത്. കൂടാതെ ഈ വാരാന്ത്യത്തിൽ നടക്കേണ്ട മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയറിന്റെ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ സർക്കാരുമായി ബന്ധപ്പെട്ട അടിയന്തരവും അനിവാര്യവുമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ തനിക്ക് സാധിക്കില്ല എന്ന് ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ ഔദ്യോഗികമായി അറിയിച്ചു. ഇതാണ് ഒരു വലിയ സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അതായത് ഒരു യുദ്ധത്തിലേക്കാണോ ട്രംപ് നീങ്ങാൻ പോകുന്നത് എന്നുള്ള സംശയം. ന്യൂജേഴ്സി യാത്ര ഒഴിവാക്കിയ പ്രസിഡന്റ് അടിയന്തര സാഹചര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി വൈറ്റ് ഹൗസിലേക്ക് മടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മേഖലയിലെ കമാൻഡർമാർക്കും ഇന്റലിജൻസ് വിഭാഗത്തിനും വൈറ്റ് ഹൗസ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരം പുറത്തുവിട്ട ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന പ്രകാരം സാധ്യമായ സൈനിക നീക്കങ്ങൾ മുന്നിൽ കണ്ട് US സൈന്യത്തിലെയും ഇന്റലിജൻസ് ഏജൻസികളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ തങ്ങളുടെ മെമ്മോറിയൽ ഡേ യാത്രാ പദ്ധതികൾ റദ്ദാക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിരിക്കുന്ന US സൈനികരെ തിരിച്ചു വിളിക്കുന്നതിനും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനുമുള്ള അടിയന്തര ലിസ്റ്റുകൾ ഡിഫൻസ് മിലിറ്ററി വിഭാഗം പുതുക്കി തുടങ്ങിയിട്ടുണ്ട്. ഇറാൻ തിരിച്ചടിച്ചാൽ US സൈന്യത്തിനുണ്ടാകാനിടയുള്ള നാശനഷ്ടങ്ങൾ പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദേശ മണ്ണിലെ US സൈനിക സാന്നിധ്യം പുനഃക്രമീകരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ ആദ്യവാരം നിലവിൽ വന്ന താൽക്കാലിക വെടിനിർത്തലിന് ശേഷം ഇരു രാജ്യങ്ങളും നേരിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. ഇത് നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറന്നുവെങ്കിലും പുതിയ സംഭവ വികാസങ്ങൾ വെടിനിർത്തൽ കരാറിനെ അസാധുവാക്കിയിരിക്കുകയാണ്. ഇറാൻ വിഷയത്തിൽ US നിലപാടുകൾ കടുപ്പമേറിയതാണെന്ന് വൈറ്റ് ഹൗസ് വക്താവ് അന്ന കെല്ലി വ്യക്തമാക്കി. ഇറാന് ഒരിക്കലും ഒരു ആണവായുധം കൈവശം വയ്ക്കാൻ അനുവാദമില്ല. അതുപോലെ തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിക്കാനും അവർക്ക് കഴിയില്ല. ഇതാണ് പ്രസിഡന്റ് ട്രംപിന്റെ വ്യക്തമായ റെഡ് ലൈൻ. കമാൻഡർ ഇൻ ചീഫായ പ്രസിഡന്റിന്റെ ഏത് തീരുമാനവും നടപ്പിലാക്കാൻ പെന്റഗൺ സദാ സജ്ജമാണ്. സമാധാന ഉടമ്പടിക്ക് ഇറാൻ തയ്യാറായില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം കഠിനമായിരിക്കും.
അന്ന കെല്ലി മാധ്യമങ്ങളോടായിരുന്നു ഇത് വ്യക്തമാക്കിയത്. തങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഇറാൻ ഉടൻ ഒപ്പുവെക്കണമെന്നാണ് യുഎസിന്റെ ആവശ്യം. ഇറാൻ ഒരു കരാറിലെത്താൻ കൊതിക്കുകയാണ്. വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാമെന്ന് ട്രംപും പ്രതികരിക്കുകയുണ്ടായി. ഇറാനിയൻ ചർച്ചക്കാരുടെ നിലപാടുകളിൽ തൃപ്തിയുണ്ടെങ്കിലും വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള ശക്തമായ ഉറപ്പുകൾ വേണമെന്നായിരുന്നു ട്രംപിന്റെ വാശി. അമേരിക്കയോ ഇസ്രയേലോ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം നടത്തിയാൽ അത് ഈ മേഖലയെ മൊത്തം ബാധിക്കുന്ന വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പ് മുന്നറിയിപ്പ് നൽകി. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഇടങ്ങളിൽ ഞങ്ങൾ അതിശക്തമായി പ്രഹരമേൽപ്പിക്കും എന്നാണ് ഇറാന്റെ ഔദ്യോഗിക പ്രതികരണം. കഴിഞ്ഞ 3 മാസമായി തുടരുന്ന ഈ സംഘർഷം ആഗോള ഊർജ്ജ വിപണിയെയും ഇന്ധന വിലയെയും ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച US സമർപ്പിച്ച അവസാന ഉടമ്പടി നിർദ്ദേശം ഇറാൻ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ഈ നിർദ്ദേശം നിരസിച്ചാൽ പ്രത്യാഘാതം സൈനിക നടപടിയായിരിക്കുമെന്ന് വാഷിംഗ്ടൺ ഇറാന് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ തിരിച്ച് പ്രതികരിക്കാൻ ഇറാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ അവരിപ്പോൾ ശക്തമായ ചില പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മിസൈൽ പരീക്ഷണങ്ങൾ തകൃതിയാക്കിയിരിക്കുകയാണ് ഇറാൻ. ഒരു വെടിനിർത്തൽ കരാർ വീണ്ടും ആയുധപ്പുര നിറയ്ക്കുന്നതിനുള്ള അവസരമായിട്ടാണ് ഇറാൻ എടുത്തിരിക്കുന്നത്. അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നും ചതിയന്മാരാണ് അമേരിക്കയെന്നും ട്രംപിന്റെ വാക്കുകളിൽ 1% പോലും സത്യസന്ധതയില്ല എന്നുമാണ് ഇറാൻ പറയുന്നത്. ഇരു രാജ്യങ്ങൾക്കും നേരിട്ട് നയതന്ത്ര ബന്ധമില്ലാത്തതിനാൽ പാകിസ്ഥാൻ വഴിയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷലാണ് നിലവിൽ ടെഹ്റാനും വാഷിംഗ്ടണിനും ഇടയിലെ പ്രധാന ആശയവിനിമയ ചാനലായി പ്രവർത്തിക്കുന്നത്. ഇറാന്റെ മറുപടി ഉടൻ തന്നെ പാകിസ്ഥാൻ വഴി യുഎസിന് ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഒരാക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ ഏകദേശം ഉറപ്പായിരിക്കുന്നു. ഒന്നെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രയേൽ കയറി അടിക്കും എന്ന് അവർ കരുതുന്നു. ഇസ്രയേൽ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം മുൻപ് അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ കരാറുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ പൊടുന്നനെയായിരുന്നു ഇസ്രയേൽ കയറി അടിച്ചത്. പിന്നീട് ഒരു ഘോര യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുകയും ഇസ്രയേൽ ഒരു തരത്തിലും പിന്മാറാൻ തയ്യാറാകാതെ നിൽക്കുകയും ഒക്കെയായിരുന്നു. എന്നാൽ ഹോർമുസ് അടച്ചിട്ടത് വലിയ പ്രതിസന്ധി ആയതോടുകൂടി ഒരു സമാധാന കരാറിലേക്കും വെടിനിർത്തൽ കരാറിലേക്കും എത്തേണ്ട സാഹചര്യം ഉടലെടുത്തതോടെയായിരുന്നു ട്രംപ് അതിന് തുനിഞ്ഞത്. അങ്ങനെ ഒരു വെടിനിർത്തൽ കരാർ നിലവിലുണ്ട്. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട്, അതിനെ തകിടം മറിച്ചുകൊണ്ട് ഇസ്രയേൽ കയറി അടിക്കുമോ അതോ അമേരിക്ക തന്നെ കയറി ആക്രമണം നടത്തുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വ്യോമപാത അടച്ചതോടുകൂടിയാണ് സംശയം ബലപ്പെടുന്നത്. ഇതുമാത്രമല്ല, അമേരിക്ക അവരുടെ അറബ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾക്കും സുരക്ഷ കൂട്ടിയിരിക്കുകയാണ്. അവിടുത്തെ സൈനികർക്കും സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. യുദ്ധം ഏകദേശം ഒന്ന് കെട്ടടങ്ങിയപ്പോൾ ആശ്വസിച്ചത് അറബ് രാജ്യങ്ങളായിരുന്നു. കാരണം ഇസ്രയേലും അമേരിക്കയും സംയുക്ത ആക്രമണം തുടങ്ങിയപ്പോൾ ഇറാൻ കയറി അടിച്ചത് അറബ് രാജ്യങ്ങളിലേക്കായിരുന്നു. അത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന വിഷയവുമായിരുന്നു. എന്നാൽ പിന്നീട് അറബ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെയാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിന് കളമാകുകയാണോ? അങ്ങനെയെങ്കിൽ പ്രതിസന്ധി അതീവ രൂക്ഷമാകും. ഇറാനിലേക്ക് ഇസ്രയേലോ അമേരിക്കയോ ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ ലെബനനിൽ നിന്ന് ആക്രമണമുണ്ടാകും. ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളകൾ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. ഇസ്രയേലും ലെബനനും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ നിലവിലുണ്ട്. അതിനെയും തകിടം മറിക്കുന്നതായിരിക്കും ഈ നീക്കം. എന്തായാലും കാത്തിരുന്ന് കാണണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്.